ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകുന്ന നമ്മുടെ നാടൻ ഉഴുന്നുവടയാണ്. പുറം നല്ല മുരിഞ്ഞതും അതുപോലെ തന്നെ അകം നല്ല സോഫ്റ്റുമായിട്ടുള്ള നല്ല നാടൻ ഉഴുന്നുവടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മളിത് അരച്ച ഉടനെ തന്നെ തയ്യാറാക്കുന്നുണ്ട്. നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. അതുപോലെ തന്നെ മാവ് പൊങ്ങി വരാനുള്ള ടിപ്പും കൈ കൊള്ളാതെ ഉഴുന്നുവട ഉണ്ടാക്കാനുള്ള ടിപ്സൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉഴുന്നാണ്. ഞാൻ 1 കപ്പ് ഉഴുന്ന് ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണിത് കേട്ടോ. 1 കപ്പ് ഉഴുന്ന് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 3-4 പ്രാവശ്യം നന്നായിട്ട് വെള്ളം തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് കഴുകിയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഇതൊന്ന് കുതിർക്കാനായിട്ട് വെച്ചതാണ്. ഒരു 3 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വരും. ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വന്ന ശേഷം നമ്മളിതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് മാറ്റണം കേട്ടോ. വെള്ളത്തോടെ നമ്മൾ എടുക്കരുത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിത് അരച്ചെടുക്കുന്നത് മിക്സിയുടെ ചെറിയ ജാറിലാണ് കേട്ടോ. നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ അരച്ചെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഞാനൊരു 3-4 ബാച്ചായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് അധികം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. നല്ല തിക്കായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. നമ്മുടെ ഉഴുന്നിൻ്റെ ഒരു ചെറിയ നനവുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് വെള്ളമാകരുത്. ഇതാ കണ്ടില്ലേ, ഒരു 4 ബാച്ചായിട്ട് ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുറേശ്ശെയായിട്ടല്ലേ ഇത് അരച്ചെടുക്കുന്നത്. ഈ ഒരു കണക്കിനാണ് നമ്മളിത് അരച്ചെടുത്തേക്കുന്നത്. ഒരുപാട് ലൂസായി പോകരുത്. നമ്മളിത് ആ മാവ് ഇതുപോലെ എടുക്കുമ്പം ഇതേ രീതിയിൽ വീഴണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉഴുന്നുവട നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. ഇനി ഈ മാവ് നമുക്ക് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. കൈ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത ശേഷം നല്ലതുപോലെ ഇതൊന്ന് പതപ്പിച്ചെടുക്കണം. നമ്മൾ സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് പതപ്പിച്ചെടുക്കുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ വട എണ്ണയിലേക്ക് ഇടുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ കേട്ടോ. അകം നല്ല സോഫ്റ്റും അതുപോലെ പുറം നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരുപാട് എയർ ബബിൾസ് ഉണ്ടാവുകയും നന്നായിട്ട് വട പൊങ്ങി വരികയും ചെയ്യും. നമ്മൾ എത്രത്തോളം വട ഉണ്ടാക്കുന്നതിനനുസരിച്ച് നമുക്ക് ഉഴുന്നിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ഇടാവുന്നതാണ് കേട്ടോ. പിന്നെ ചെറിയ തരികൾ കാണും ഉഴുന്നിൻ്റെ, അതൊന്നും കുഴപ്പമില്ല. ആ ഒരു രീതിയിൽ നമ്മളിത് അരച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ ഈ മാവ് എത്ര നേരം ഇതേപോലെ ചെയ്തെടുക്കുന്നോ അത്രയും നന്നായിട്ട് കിട്ടും നമ്മുടെ ഉഴുന്നുവട. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊരു 6-7 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് കൈയൊന്ന് നമ്മുടെ വേദന എടുക്കുമ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ മാവ് വട ഉണ്ടാക്കാൻ കറക്റ്റ് പരുവമായിട്ടുണ്ടോ എന്നറിയാനായിട്ട് ഒരു ടിപ്പുണ്ട്. ഒരു ബൗളിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളത്തിൻ്റെ മുകളിലേക്ക് പെട്ടെന്ന് തന്നെ ഇതേ രീതിയിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ മാവ് നല്ല കറക്റ്റ് പരുവമായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടല്ലേ, ഈ ഒരു രീതിയിൽ മാവ് പൊങ്ങി നിൽക്കും. വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇതേ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മാവ് നല്ല കറക്റ്റ് പരുവമായിട്ടുണ്ടെന്ന് മനസ്സിലാകാം. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനായിട്ട് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനുണ്ട്. അപ്പോൾ അത്രയും നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആ ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുക്കുന്ന ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ മാവ് ഒന്നുകൂടി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഒരു സവാളയുടെ 1/4 ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും, ഒരു 3 പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് സവാള വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇനി നമുക്ക് ചേർക്കേണ്ടത് കുരുമുളകാണ്. കുരുമുളക് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ചതച്ചെടുത്തത് അല്ലാതെ നമ്മുടെ മുഴുവൻ കുരുമുളകായിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സവാളയൊക്കെ വളരെ കുറച്ച് മാത്രമേ ചേർക്കാവൂ. ഒരുപാട് സവാള ചേർത്ത് കൊടുത്താൽ മാവ് ഒരുപാട് ലൂസായി പോകും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മുടെ വട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഒരുപാട് നമ്മൾ ചേർക്കരുത്. 1-2 സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. ഇനി ഈ അരിപ്പൊടിക്ക് പകരമായിട്ട് റവ വേണമെങ്കിൽ ചേർത്തെടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം ഇനി നമ്മൾ ചെയ്യേണ്ട. നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ സാധനങ്ങളും കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതാ ഒന്നുകൂടി ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം.
അപ്പോൾ നമ്മൾ വട ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മളൊരു ടിപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു സേവനാഴി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ സേവനാഴിയുടെ ഉള്ളിലുള്ള ഭാഗമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പലർക്കും ഈ ഉഴുന്നുവട എടുക്കുമ്പോഴേ ഉഴുന്നുവട ഷേപ്പാക്കി എണ്ണയിലേക്ക് ഇടുമ്പോൾ കൈ പൊള്ളാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. സേവനാഴിയുടെ ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തേച്ച് കൊടുക്കണം. നമ്മുടെ മാവ് പെട്ടെന്ന് ഇളകി എണ്ണയിലേക്ക് വീഴാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ കൈ നന്നായിട്ടൊന്ന് നനച്ച ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലൊന്ന് വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഷേപ്പായിട്ട് തന്നെ വട കിട്ടുകയും ചെയ്യും. ഇതുപോലെ വെച്ച് നല്ല ഷേപ്പാക്കിയ ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഒരുപാട് നേരം നമ്മൾ ഇതുപോലെ ഇത് വെക്കരുത് കേട്ടോ. മാവ് ലൂസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു രീതിയിലാക്കിയിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ പൊള്ളാതെ നമുക്ക് കറക്റ്റ് ഷേപ്പായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ആദ്യം തന്നെ നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയ ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയ ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ വട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സേവനാഴിയുടെ മുകളിലേക്ക് മാവ് വെച്ച് കൊടുത്തിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൈയൊന്നും പൊള്ളാതെ തന്നെ വട പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ്ടോ ഒരു സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴേ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലും വെക്കരുത്, ഹൈ ഫ്ലെയിമിലും വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രമേ നമ്മളിത് ഉണ്ടാക്കിയെടുക്കാവൂ കേട്ടോ. ഇപ്പോൾ അതാണ് രണ്ടെണ്ണം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന വട പോലെ നല്ല സൂപ്പറായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി വേണ്ട നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കൈകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഏത് രീതിയാണോ എളുപ്പമായിട്ടുള്ളത് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ടിത് പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല. നമ്മൾ ആ ഉള്ളി അരിഞ്ഞെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ നമ്മളിത് വെച്ചിട്ടുള്ളൂ. നല്ല സൂപ്പറായിട്ടുള്ള വട ദാണ്ട് അടുത്തതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള വടയെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, അടിപൊളിയായിട്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഉഴുന്നുവട നമ്മളെല്ലാം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ നമ്മുടെ ഉഴുന്നുവട വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.